കൃഷിദർശൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ മധുരതരമായ ഒരു വിഷയമാണ് കൃഷിദർശൻ പ്രേക്ഷകർക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൈതച്ചക്ക കൃഷി, പൈനാപ്പിൾ കൃഷി, അതിൽ കേരളത്തിലെ പ്രശ്നങ്ങളും സാധ്യതകളും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കാർഷിക സായാഹ്നത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. ഈ വിഷയത്തിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമുക്ക് ഇന്ന് അതിഥിയായിട്ട് ലഭിച്ചിട്ടുള്ളത്. ശ്രീ വി പുഷ്പാങ്കദൻ സാർ, കൃഷി വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടർ, ഹോർട്ടികോർപ്പിൻ്റെ സാരഥി മാനേജിംഗ് ഡയറക്ടർ MD ആണ് സാർ. കൂടാതെ നമ്മുടെ ഈ വിഷയത്തിനുമായി ബന്ധപ്പെട്ട് കേരള പൈനാപ്പിൾ മിഷൻ്റെ സ്പെഷ്യൽ ഓഫീസറുമാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഉന്നതമായിട്ടുള്ള പല മേഖലകളിലും വർത്തിച്ചിട്ടുള്ള, ഇപ്പോഴും വർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറഞ്ഞാൽ അദ്ദേഹം കൈവച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ടൊരു അവബോധത്തോടു കൂടി പഠിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. കൃത്യമായൊരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തന്നെ ഔദ്യോഗിക മേഖലകളിലെല്ലാം കൈവച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ നമുക്ക് അതിഥിയായി കിട്ടിയതിൽ വളരെയധികം ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ പ്രേക്ഷകർക്കായി സ്വാഗതം ചെയ്തോളും. അതോടൊപ്പം പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ ഈ ഒരു വിളയെപ്പറ്റി ചോദിക്കാനുണ്ടാവും. അതെല്ലാം നമുക്ക് ചോദിക്കാം. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് പേരും എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നും വെളിപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. സാർ, നമുക്ക് ചർച്ചയിലേക്ക് വരാം. പൈനാപ്പിൾ കൃഷി, അതിൽ കേരളത്തിൽ എത്രത്തോളം സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ടോ, ഈ സാധ്യതകൾ മുതലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ആദ്യത്തെ ചോദ്യം. പൈനാപ്പിൾ കൃഷിയിൽ നമ്മൾ വളരെ മുന്നിൽ തന്നെയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ഉള്ളത് ആസാം, അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലാണ്. നമുക്ക് ആസാമും അതുപോലെ തന്നെ മണിപ്പൂരും വെസ്റ്റ് ബംഗാളും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4ാം സ്ഥാനത്താണ്. ഏതാണ്ട് 12,000 ഹെക്ടർ ആണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത് കേരളത്തിൽ. ഒരു 85,000 മാത്രമേ നമുക്ക് ഇന്ത്യയിലെടുത്താൽ തന്നെ ഉള്ളൂ. 1,00,000 വരുന്നില്ല. അതിൽ 12,000 ഹെക്ടറോളം നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു 250 കോടി രൂപയുടെ സമ്പാദ്യം നമ്മുടെ കർഷകർക്ക് ഈ മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട് വരുമാനമായിട്ട്. നമുക്ക് കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ജില്ലകളിലാണ് പ്രധാനമായിട്ടും ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു വരുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് എറണാകുളം ജില്ലയിലാണ്. അത് കഴിഞ്ഞാൽ കോട്ടയം, പിന്നെ ഇടുക്കി. ഈ 3 ജില്ലകളിലാണ് പ്രധാനമായിട്ടും കൃഷിയിട്ടുള്ളത്. എന്നിരുന്നാലും എല്ലാ ജില്ലകളിലും തന്നെ കൃഷിയുണ്ട്. 100 മുതൽ 300 ഹെക്ടർ വരെയൊക്കെ ഉണ്ട്. ഏതാണ്ട് 6,200 ഹെക്ടറോളം എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ട്. എറണാകുളം ജില്ലയിലെ പ്രധാന കൃഷി മേഖല എന്ന് പറയുന്നത് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് മൂവാറ്റുപുഴ, അതുപോലെ തന്നെ വാഴക്കുളം, തൊടുപുഴ, ആ ബെൽറ്റിലാണ് ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. വാഴക്കുളം പൈനാപ്പിൾ എന്ന പേരുള്ള വാഴക്കുളം പൈനാപ്പിൾ ഈസ് നോൺ ആസ് പൈനാപ്പിൾ സിറ്റി. കാരണം അവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും ബോംബെ ഈ വാഴക്കുളം പൈനാപ്പിളിൻ്റെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് കൃഷി ചെയ്യുന്ന പ്രത്യേക വെറൈറ്റി, പ്രത്യേക അരോമ, ഫ്ലേവർ, രുചി ഒക്കെ ഉള്ളതാണ്. അത് വേറെ ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് കേരളത്തിൽ പറ്റിയ ഇനങ്ങളായിട്ട് പ്രത്യേക ഇനങ്ങൾ ഒന്ന് പറയാമോ? കേരളത്തിൽ പറ്റിയ ഇനങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും മൗറീഷ്യസ് ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. മൗറീഷ്യസ് നമ്മളുടെ ഈ വാഴക്കുളം ബെൽറ്റിലായാലും ഏറ്റവും കൂടുതൽ മൗറീഷ്യസ് ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. അതിങ്ങനെ കുറച്ചിങ്ങനെ നല്ല വലുപ്പമുള്ള ഫ്രൂട്ടായിരിക്കും. അതിൻ്റെ ഇലയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെ വണ്ണം കുറഞ്ഞിരിക്കും. അങ്ങനത്തെ ഒരു നല്ല ഹാർഡി ആയിട്ടുള്ളതാണ്, നല്ല മുള്ളുണ്ടാവും. അതാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് മൗറീഷ്യസ് പറയുന്നത്. പിന്നെ ചെറിയ ചക്ക കാണും, അതാണ് ക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. പിന്നെ വലിയ ചക്കയുണ്ട്, ഒരു 3 കിലോ 4 കിലോ ഒക്കെ വരുന്നത്. അത് ക്യൂ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ആ വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജ്യൂസായിരിക്കും കൂടുതൽ, ടേബിൾ വെറൈറ്റി അല്ല. മൗറീഷ്യസ് എന്ന് പറയുന്ന ഒരു ടേബിൾ വെറൈറ്റിയാണ്. അത് മുറിച്ചാൽ നല്ല പീസായിട്ടിരിക്കും, നല്ല ടേസ്റ്റുണ്ട്. മറ്റേതിൽ നീരായിരിക്കും കൂടുതൽ, ജ്യൂസായിരിക്കും കൂടുതൽ.
അപ്പോൾ ജ്യൂസ് കോൺസെൻട്രേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ ജ്യൂസ് കോൺസെൻട്രേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലും കൃഷി ചെയ്യുക ഈ ക്യൂ വെറൈറ്റിയാണ് മറ്റ് എല്ലാ രാജ്യങ്ങളിലും കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, നമ്മുടെ പ്രേക്ഷകർക്ക് തീർച്ചയായും ആഗ്രഹം കാണും, ഈ പൈനാപ്പിൾ എന്ന് പറയുന്ന ഈ ഫലവർഗ്ഗമാണല്ലോ, ഒരു ഫലവർഗ്ഗത്തെ നമുക്ക് അതിൻ്റെ പോഷക മൂല്യം ആ ഒരു രീതിയിൽ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റും? എന്തുകൊണ്ടും വളരെയധികം ഒരു പോഷകങ്ങളുടെ കലവറയാണ് പൈനാപ്പിൾ. അതുകൂടാതെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് B1 B6 വരെയുള്ള എല്ലാ ഇതുകൊണ്ടും വൈറ്റമിൻ സി റിച്ചാണ്. പിന്നെ അതിനകത്തൊരു എൻസൈം ഉണ്ട്, ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈം, ബ്രോമലിൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. അതുകൊണ്ടാണ് പൈനാപ്പിൾ ഒരു കഷ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയറ് ശുദ്ധിയായി അല്ലെങ്കിൽ പെട്ടെന്ന് ദഹനം നടക്കുന്നു എന്നുള്ളത്. ഈവൻ മീറ്റ് സോഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മീറ്റ് കൃഷി ചെയ്യുമ്പോൾ ഒരു ചെറിയ പൈനാപ്പിൾ കഷ്ണം ഇട്ടാലും മീറ്റ് പെട്ടെന്ന് ഇറച്ചി വെന്ത് കിട്ടും. അപ്പോൾ ഈ പൈനാപ്പിൾ ഫ്രൂട്ടിന് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈവൻ ചില സൈനസൈറ്റിസ് പോലെയുള്ള ഇതിനെല്ലാം ഉള്ള ഒരു ഗുണം, അതായത് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഞാനൊന്ന് തടസ്സപ്പെടുത്തിക്കോട്ടെ, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, ചോദിക്കാം, പേര് പറയാമോ? എൻ്റെ പേര് ആർ.എ. ജോസഫ്. ജോസഫ്, എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി, ചോദിക്കാം. ചോദിച്ചോളൂ. കേൾക്കാം സാറേ. ഈ പൈനാപ്പിൾ കൃഷി ഞങ്ങളിവിടെ ഈ ഒത്തിരി പേര് വന്ന് ചെയ്യുന്നുണ്ടേ. പക്ഷെങ്കിൽ അതിനകത്ത് അവർ ഈ മാരകമായ വിഷം അടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതാണ് ചോദ്യം. ഇതാണ് ചോദ്യം അല്ലേ? പിന്നെ കൊതുകിന്റെ ശല്യം. അതെ, കൊതുകിൻ്റെ ഇപ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് മാരകമായ വിഷം അടിക്കുന്നു എന്ന് പറയുന്നു, പിന്നെ കൊതുകിൻ്റെ ശല്യമുണ്ടെന്ന് പറയുന്നു. മാരകമായ വിഷം അടിക്കുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം, പെസ്റ്റിസൈഡ്സ് ഒക്കെ വിഷം തന്നെയാണ്. പക്ഷേ അതിമാരകമായ വിഷം പൈനാപ്പിൾ തെളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം പറയാൻ. എന്ത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണത്. കാരണം ഈ പൈനാപ്പിളിൽ ഇപ്പോൾ ഈ ഫ്ലവർ ഇൻഡ്യൂസ്മെൻറ്റ്, പൂവിടുന്നതിന് വേണ്ടിയിട്ടും ഫ്രൂട്ട് സെറ്റിങ്ങിന് വേണ്ടിയിട്ടും ഹോർമോൺ തെളിക്കും. അപ്പോൾ ആ ഹോർമോൺ എന്ന് പറയുന്നത് പ്ലാന്റ് ഹോർമോണാണ്. എത്തിലിൻ എത്ര എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് പ്ലാന്റ് ഹോർമോണാണ്. അത് ചെടിയിലുള്ളതാണ്. പക്ഷേ അത് ഫ്ലവറിങ് പൂവിടുന്നതിന് വേണ്ടി ആ ഒരു ഇത് ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിസ്ക്രൈബ്ഡ് ക്വാണ്ടിറ്റിയിൽ ആ ഇത് തെളിക്കുന്നത്. അപ്പോൾ ഇതൊരു വിഷം തെളിക്കുകയാണോ എന്ന് ചിലപ്പോൾ ധരിച്ചു പോകും. കാരണം ഇപ്പോൾ ഒരു 7-8 മാസം ആയി കഴിയുമ്പോൾ നട്ടിട്ട് പ്രായമാകുമ്പോൾ പൂ വരുന്നതിൻ്റെ മുമ്പ് ഈ എത്തിഫോൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു കവിളിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ 1 മാസം ആകുമ്പോഴേക്കും പൂ വരും. ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ 3.5 മാസം ആകുമ്പോഴേക്കും ഫ്രൂട്ട് കറക്റ്റ് ആകും. അപ്പോൾ ഈ ആളുകൾ ഇത് ഒഴിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ മാർക്കറ്റ് ഡിമാൻഡ് വരുന്നത് ആ ഡിമാൻഡ് വരുന്ന സമയത്തേക്ക് ഫ്രൂട്ട് കിട്ടുന്നത് പോലെയാണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ ആ ടെക്നോളജി യൂണിവേഴ്സിറ്റിയും നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ICAR-ഉം എല്ലാവരും അംഗീകരിക്കപ്പെട്ടുള്ള ടെക്നോളജിയാണ്. അതിനകത്ത് വേറെ പ്ലാന്റ് ഹോർമോണായിട്ട് വേറെ ഹാനികരമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ എല്ലാവരും വിഷം തെളിക്കുക, അതിനകത്ത് യൂറിയയും കൂടെ മിക്സ് ആയിട്ടാണ് തെളിക്കുക. അപ്പോൾ വിഷം തെളിക്കുകയാണെന്നുള്ളൊരു ധാരണ പക്ഷേ ഉണ്ടായിട്ടുണ്ട്. അത് കൂടാതെ വിഷം തെളിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ ചിലപ്പോൾ പുല്ല് പോകുന്നതിനും ഇതിനൊക്കെ തെളിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്നതെല്ലാം പ്രിസ്ക്രൈബ്ഡ് അളവിൽ, അതായത് നമ്മൾ ശുപാർശ ചെയ്യുന്ന അളവിൽ തെളിച്ചാൽ മനുഷ്യനും മൃഗങ്ങൾക്കും പരിസരത്തിനും ഹാനികരമല്ല. അപ്പോൾ അതേസമയം ചില ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ഒരു ആസക്തിയിൽ അങ്ങ് വിഷമാണെന്നുള്ളതൊന്നും ശ്രദ്ധിക്കാതെ കുറച്ച് അളവിൽ കൂടുതൽ ചിലപ്പോൾ തെളിച്ച് പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അത്തരം പ്രവണതകളൊക്കെ നമ്മൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മിഷൻ ഇതിൽ ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാമും അതുപോലെ ഈ പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷനൊക്കെ അതിന് കൈകാര്യം ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞ കാര്യം കൊതുകിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കൊതുക് മുട്ടയിടുന്നത് ജലത്തിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ ഗിൽസ് വഴിയാണ് ശ്വസിക്കുക, മീനിൻ്റെ പോലെ. അപ്പോൾ അത് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതും ഏകദേശം അഴുക്കുള്ള വെള്ളത്തിലൊക്കെ ആയിരിക്കും.
അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ സെപ്റ്റി ടാങ്കിലൊക്കെ നമ്മുടെ ബാത്റൂമിൽ ക്ലോസറ്റിലൊക്കെ കൊതുക് മുട്ടിയിട്ട് മറ്റേ സെപ്റ്റി ടാങ്കിൽ പോയിട്ട് വിരിഞ്ഞിട്ട് അത് വെൻറ്റ് പൈപ്പ് വഴിയാണ് കൊതുകുകൾ പുറത്ത് വരുന്നത്. അപ്പോൾ ഈ പൈനാപ്പിൾ വെറ്റിൽ കൊതുക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൊതുക് ഉണ്ട്, ഇല്ലെന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രധാന വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റബ്ബർ എസ്റ്റേറ്റിലും അതുപോലെ തന്നെ ഈ പൈനാപ്പിൾ ഫീൽഡിലൊക്കെ കൊതുക് വന്ന് ഒളിച്ചിരിക്കുന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് പൈനാപ്പിൾ കൃഷി കൊണ്ടാണ് വന്നതെന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. കൊതുക് പെരുകുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സെപ്റ്റി ടാങ്കിലും മറ്റ് കിടക്കുന്ന വെള്ളങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ദെൻ അത് അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെ പ്രാഥമികമായിട്ടും അതിനെ കൊല്ലണം അല്ലെങ്കിൽ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ അത്തരം വെള്ളക്കെട്ടും അത്തരം സെപ്റ്റി ടാങ്കുകളും ഒക്കെ ഉള്ള രീതിയിൽ, അതായത് ഇപ്പോൾ സെപ്റ്റി ടാങ്കിലേക്കാണെങ്കിൽ ക്ലോസറ്റിൽ ഒരു 50 മില്ലി മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫിലിമായിട്ട് സെപ്റ്റി ടാങ്കിൽ പോയി നിന്ന് എല്ലാ ലാർവേനെയും കൊന്നുകളയും. അപ്പോൾ അത്തരത്തിലുള്ള ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു തെറ്റിദ്ധാരണകളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് തീർത്തും ശരിയല്ല. അപ്പോൾ ജോസഫിന് ഉത്തരം വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും നമുക്ക് ഈ ഇതിനകത്ത് പ്രസക്തമായൊരു കാര്യം ശ്രദ്ധിക്കുക. ഒരേപോലെ ചെടികൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ പൂക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഹോർമോൺ നമ്മൾ പ്രയോഗം നടത്തുന്നത്. അത് നടക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് പഴുത്ത് കിട്ടത്തില്ല, ഒന്നിച്ച് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് അനിവാര്യമായ ഒരു പ്രക്രിയയാണ്, അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഹോർമോണൽ ആപ്ലിക്കേഷൻ. തീർച്ചയായും സാർ, നമുക്ക് അടുത്തൊരു കോളിൽ ഈ വിഷയത്തിൽ വളരെ പ്രസക്തമായൊരു കാര്യം ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ പ്രധാനമായിട്ടും സാർ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ. ഹലോ, ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയും. ഭാസ്കരൻ നായർ, പാൽക്കുളങ്ങര, തിരുവനന്തപുരം. ശരി ശരി, ഭാസ്കരൻ നായർ ചോദിക്കാം. സാർ, എനിക്ക് ചോദിക്കാനുള്ള, നമ്മളെ വീട്ടുവളപ്പിൽ വെജിറ്റബിൾ കൃഷിയൊക്കെ ചെയ്യുന്നത് പോലെ ഒരു 7-8 മൂട് ഈ പൈനാപ്പിൾ കൃഷി ചെയ്യാമോ? അതിനെ വിത്ത് എവിടുന്ന് കിട്ടും? അതിൻ്റെ വളം എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പൈനാപ്പിൾ നമ്മുടെ ഹോം സ്റ്റഡിൽ വീട്ട് വളപ്പിലായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ സ്ലിപ്പ്, കാനി എന്നാണ് നാട്ടിൽ സാധാരണ പറയുക. കാനി എന്നുള്ളത് വളരെയധികം നമ്മുടെ മൂവാറ്റുപുഴ ബെൽറ്റിൽ കിട്ടാനുണ്ട്. മൂവാറ്റുപുഴയിലാണെങ്കിൽ പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ ഉണ്ട്. ആ ഫാർമേഴ്സ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടാൽ, മൂവാറ്റുപുഴ പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടാൽ അവർ അത് അതിനുള്ള സൗകര്യം ഒരുക്കും തരാനായിട്ട്. ഭാസ്കരൻ നായർ, ഉത്തരം വ്യക്തമായോ? പിന്നെ വളപ്രയോഗം പറയുകയാണെങ്കിൽ, ഭാസ്കരൻ നായർ ഒരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നല്ലോ, വളപ്രയോഗത്തിൽ എപ്പോഴും ഈ 8-4-8 എന്നുള്ള അനുപാതത്തിലാണ് ഒരു ചെടിക്ക് വളം വേണ്ടത്, നല്ലൊരു ഫ്രൂട്ട് ഉണ്ടാവണമെങ്കിൽ. 8-4-8 എന്ന് പറഞ്ഞാൽ 8 എന്ന് പറയുന്നത് നൈട്രജൻ്റെ അളവാണ്, 4 എന്ന് പറയുന്നത് ഫോസ്ഫറസിൻ്റെ അളവും, അടുത്ത 8 പൊട്ടാഷ്യമാണ്. അപ്പോൾ 8 ഗ്രാം നൈട്രജൻ, 4 ഗ്രാം ഫോസ്ഫറസ്, 8 ഗ്രാം പൊട്ടാഷ് ഒരു ചെടിക്ക് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് യൂറിയ, മസൂറിഫോസ്, പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല വളർച്ചയും നല്ല ഫ്രൂട്ടും ഒക്കെ കിട്ടുന്നത്. സാർ, അതില് ഈ ജൈവവളങ്ങൾ ചേർത്ത് ചെയ്യുന്നത്, ജൈവവളങ്ങൾ ചേർക്കണം എന്നുള്ള കാര്യം പറയാനില്ല. കാരണം ഏത് കൃഷിയിലും ആദ്യം തന്നെ നമ്മൾ ജൈവവളം ചേർക്കണം. ഫാം യാർഡ് മെനൂറായിട്ടും മറ്റു വളങ്ങളായിട്ട് ആദ്യം നില ഒരുക്കുന്നതോടുകൂടി അത് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, രണ്ടാമത്തെ 4 എന്ന് പറഞ്ഞ ഫോസ്ഫറസ് വളം ഉണ്ടല്ലോ, എല്ലുപൊടി ഇതൊക്കെ, മസൂറിഫോസ്, എല്ലുപൊടി ഇതൊക്കെ ഉള്ളത്, അതെപ്പോഴും മുഴുവനായിട്ടും ആദ്യം ചേർത്ത് കൊടുക്കണം മണ്ണിൽ. കാരണം അത് വേര് പിടിച്ച് വളർച്ച ആദ്യം തുടങ്ങുന്നത് ആ ന്യൂട്രിയൻ്റ് മൂലം ഉപയോഗിച്ചിട്ടാണ്. ബാക്കിയുള്ള നൈട്രജനും പൊട്ടാഷ്യം ഒക്കെ പിന്നെ മേലുകളായിട്ട് 3 മാസം കൂടുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ശരി ശരി. സാർ, അതിൽ ഒരു സംശയം കൂടെ ഉണ്ട്. ഇതിന്റെ ഏത് കാലത്താണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്? ഭാസ്കർ നായർ, അത് കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു മെയ് ജൂൺ നമ്മൾ മഴ തുടങ്ങുന്ന സമയത്ത് നല്ല സമയമാണ്. ഇപ്പം നമുക്ക് അധികം മഴയില്ലാത്ത സമയമാണ്, നട്ടു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ആകുമ്പോൾ അടുത്ത മഴ ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത തുലാവർഷത്തിൻ്റെ ആരംഭമുണ്ടല്ലോ, അപ്പോഴും ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാ മാസവും നടാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് നനച്ചു കൊടുക്കണം എന്ന് മാത്രം. ഇടയ്ക്കുള്ള വളപ്രയോഗത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ സാർ? എന്താണ് ഇടയ്ക്ക് ഉള്ള വളപ്രയോഗം? ഇത് നട്ടതിന് ശേഷമുള്ള വളപ്രയോഗം, അതായത് 3 പ്രാവശ്യമായിട്ട് നമ്മൾ വീണ്ടും ബാക്കിയുള്ള നൈട്രജനും പൊട്ടാഷും 3 മാസം കൂടുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കാരണം ഇതിപ്പോ 3 വർഷം നിലനിൽക്കുന്ന ക്രോപ്പാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞത് 1 വർഷത്തെ തോതാണ്. അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷം ഇതേ തോതിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം.
ശരി സാർ. ഞാൻ ഈ ഭാസ്കരൻ നായരോടായിട്ടും മറ്റു പ്രേക്ഷകരുമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വിളിച്ച ആളായതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ വട്ടിയൂർക്കാവ് കൃഷിഭവനിൽ ഇപ്പോൾ മൗറീഷ്യസിൻ്റെ തൈകൾ നമുക്ക് വിപണനത്തിന് തയ്യാറായിട്ടുണ്ട്, കൊടുക്കാൻ കഴിയും. അപ്പം അതിനകത്ത് വട്ടിയൂർക്കാവ് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ തീർച്ചയായും ആവശ്യമുള്ള തൈകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. അടുത്തൊരു കോളുണ്ട് സാർ. ഹലോ 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 പേര് പറയാമോ? പേര് പേര് വർഗീസ്. എവിടുന്നാണ്? പേര് പി എം വർഗീസ് ആണ്. അതെ, വർഗീസ് എവിടുന്നാ വിളിക്കുന്നത്? എറണാകുളത്തുനിന്ന് വിളിക്കുക. എറണാകുളം. ചോദിക്കാം. എറണാകുളത്തുനിന്ന് വിളിക്കുകയാണ്. അതെ ചോദിക്കാം വർഗീസ്. അതെ, ഈ പൈനാപ്പിൾ കൃഷിയില് ഡോക്ടറെ, പൈനാപ്പിൾ കൃഷിയില് ഹലോ ചോദിച്ചോളൂ. വർഗീസ്, ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ടിവിയുടെ വോളിയം കുറയ്ക്കുക. അതിനുശേഷം പൈനാപ്പിൾ കൃഷിയില് ഡോക്ടറെ 3 വെറൈറ്റി നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഡോക്ടർ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പൈനാപ്പിൾ എന്ന് പറയും. പൈനാപ്പിൾ എന്ന് വെച്ചാൽ അതിന് മുള്ളില്ല. പൈനാപ്പിളിന് മുള്ളില്ല. ഓക്കെ. രണ്ടാമത്തത് കന്നാര എന്ന് പറയും. കന്നാര. ജോസഫ്, പെട്ടെന്ന് ചോദ്യത്തിലേക്ക് കടക്കുക. ജോസഫ്, വർഗീസ് വർഗീസ് ചോദ്യത്തിലേക്ക് കടക്കുക. കപ്പച്ചക്ക എന്നും പറഞ്ഞ് ഇതുപോലെ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. എന്താണ് ഏറ്റവും കപ്പച്ചക്ക? അതും ഇതിന്റെ ഒരു വെറൈറ്റി. അപ്പം പറയാം, നാടൻ പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. ഇപ്പോൾ മിസ്റ്റർ വർഗീസ് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, മൗറീഷ്യസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നത്. അത് നീണ്ട് ഉരുണ്ട് ഇലയുടെ അടുത്തെത്തുമ്പോഴേക്കും സൈസ് കുറഞ്ഞിരിക്കുന്ന നല്ല കട്ടിയുള്ള മുള്ളോട് കൂടിയിട്ടുള്ള വെറൈറ്റിയാണ് മൗറീഷ്യസ്. അതുകൂടാതെ അമൃത എന്ന് പറഞ്ഞിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, കേരള കാർഷിക സർവകലാശാല ഒരു വെറൈറ്റി ഇറക്കിയിട്ടുണ്ട്. അത് അത്ര നീളം വയ്ക്കില്ല, പക്ഷെ കുറച്ചും കൂടെ വണ്ണം വയ്ക്കും. പക്ഷെ മുള്ള് പരന്നതാണ്. പക്ഷെ അത്ര അങ്ങോട്ട് വ്യാപകമായിട്ടില്ല, കുറച്ച് സ്ഥലങ്ങളിലുള്ളൂ. അതുകൂടാതെ കുറച്ച് പച്ചപ്പ് കൂടിയിട്ടുള്ള സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള MD2 എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. MD2. ആ MD2 എന്നുള്ളത് ഹവായ് വെറൈറ്റിയാണ്. ഒരു ഡെൽമോണ്ട് വലിയൊരു കമ്പനി ഇറക്കിയിട്ടുള്ളതാണ്. ആ MD2 വെറൈറ്റിയും ഇപ്പോൾ ഏകദേശം കുറച്ച് വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൃത, MD2, അതുപോലെ തന്നെ ഈ മൗറീഷ്യസ്, ഈ വെറൈറ്റീസൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ജയൻറ്റ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ഉണ്ട്. പച്ച വലിയ ചക്ക കാണും, 3 കിലോ 4 കിലോ. അതിൻ്റെ പേര് ക്യൂ വെറൈറ്റി എന്നാണ്. അതിൽ ഏറ്റവും വലുത് ജയൻറ്റ് ക്യൂ എന്നാണ്. അപ്പോൾ അത് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ടേബിൾ വെറൈറ്റി ആയിട്ട് നമുക്ക് കയറ്റി അയക്കാൻ പറ്റില്ല. കാരണം അത് ചെത്തുമ്പോൾ തന്നെ നമ്മൾ വെട്ടി കഷ്ണം മുറിക്കുമ്പോൾ തന്നെ പിഴിഞ്ഞ് നീര് പോലെയാണ് വരിക. അപ്പോൾ ഇത്തരം വെറൈറ്റീസാണ് ടെക്നിക്കലി നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നത്. പിന്നെ ഓരോ പ്രദേശത്തുകാരും അതിനൊരു പേരിങ്ങനെ നൽകിയിട്ടുള്ളതാണ്. ശരി, വിളിച്ചതിന് നന്ദി സർ. നമുക്ക് തിരിച്ച് വരാം. നമുക്ക് തെങ്ങിൻ തോട്ടങ്ങൾ വളരെ അധികം ഉള്ളൊരു നാടാണ് നമ്മുടേത്. അപ്പോൾ അവിടെ നമുക്ക് ഇടവിളയായിട്ട് ഇതിനകത്ത് എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാവൂ. തെങ്ങിൻ്റെ കാര്യം പറയുന്നതിന് മുൻപ്, ഇതിപ്പോൾ കൃഷി നടക്കുന്നത് മുഴുവൻ റബ്ബർ തോട്ടങ്ങളിലാണ്. റബ്ബർ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ കൃഷിയിലല്ല, റബ്ബർ സ്ലോട്ടർ ട്രാപ്പിംഗ് കഴിഞ്ഞിട്ട് പുതിയ റബ്ബർ കൃഷി തുടങ്ങുമ്പോൾ ആദ്യത്തെ 4 വർഷം കൃഷി ചെയ്യാൻ പറ്റിയതാണ്. അതായത് തണലാവുന്ന വരെ 4 വർഷം കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ 3 വർഷമാണ് നമുക്ക് വിളവ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് കോക്കനട്ട് ഗാർഡനിൽ കൃഷി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് ഗാർഡനിൽ ഇപ്പോൾ ഏകദേശം ഒരു 50% സൺലൈറ്റ് താഴെ പതിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ തീരപ്രദേശത്തെ തെങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ ദ റോസ് നമുക്ക് വരിയായിട്ട് നടാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടോ അതിലേക്ക് ആൾക്കാർ കടന്നു വന്നിട്ടില്ല. അങ്ങനെ ഒരു സാധ്യത, കാരണം ഇന്നത്തെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 40 രൂപ കർഷകന് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഇത് ഫ്രൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സമയത്ത് വിറ്റ് നമുക്ക് പൈസ ഉണ്ടാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് തേങ്ങയുടെ വില ചില സമയത്ത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഇൻകം, വേറൊരു ഇൻകം കൂടെ കിട്ടുന്നു. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, നമ്മൾക്ക് അധികം കേട് പറ്റി പോകില്ല. ഇപ്പോൾ ഒരു മഴ കൂടുതൽ പെയ്തു, അതല്ലെങ്കിൽ മഴ നിന്ന് വെയിൽ കൂടുതലടിച്ചു എന്ന് വെച്ചിട്ട് ആ ക്രോപ്പ് പോകും എന്നിട്ടുള്ള ഒരു ഭീതി അത്ര വേണ്ട. നല്ല ഹാർഡി ക്രോപ്പ് ആയതുകൊണ്ട് നല്ലോണം പിടിച്ചു നിൽക്കും. അപ്പോൾ എന്തുകൊണ്ടും
തെങ്ങിൻ തോട്ടത്തിൽ നമുക്ക് നല്ലൊരു ഇടവേളയായിട്ട് ഞാൻ ആ വിലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നമുക്ക് ഇപ്പം ഒരു 2 മാസം മുമ്പ് എൻ്റെ കൃഷിഭവനിൽ തന്നെ കൃഷി ചെയ്ത കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടു. 10 രൂപയിൽ താഴെ വരെ പോയി. നമുക്ക് അത് ഇപ്പോൾ 40 രൂപ ഉണ്ടെങ്കിലും ഈ ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് മറികടക്കാൻ എന്ത് ഇടപെടലുകളാണ് നമുക്ക് നടത്താൻ കഴിയുക? ഈ അഗ്രികൾച്ചർ കമ്മോഡിറ്റിയിലെല്ലാം ഉള്ള ഒരു പ്രതിഭാസമാണ് ഈ വില ഏറ്റക്കുറച്ചിൽ വരുന്നത്. അതൊരു പരിധി വരെയാണ് നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുക. അതേസമയം ഗവൺമെൻറ് ലെവലിൽ ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം വില താഴോട്ട് പോവുകയാണെങ്കിൽ, ഒരു നിശ്ചിത ലെവലിനേക്കാൾ താഴോട്ട് പോവുകയാണെങ്കിൽ സംഭരണം ഏർപ്പെടുത്തുക, ഗവൺമെൻറ് പൈസ കൊടുത്ത് സംഭരണം ഏർപ്പെടുത്തുക. അപ്പോൾ ആ നിലയ്ക്ക് മൂവാറ്റുപുഴയിൽ ഇപ്പോൾ നടുക്കര അഗ്രോ പ്രോസസ്സിംഗ് കമ്പനി, അതിൻ്റെ പേരിപ്പോൾ വാഴക്കുളം അഗ്രോ ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് കമ്പനി എന്നാണ് ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷം, അവിടെ നമ്മൾ 15 രൂപയ്ക്ക്, ഇപ്പോൾ 10-12 രൂപയായിട്ട് താഴുന്ന സമയത്ത് 15 രൂപയ്ക്ക് നമ്മൾ സംഭരിക്കുന്നുണ്ട്. അങ്ങനെ സംഭരിച്ചിട്ടുള്ള പൈനാപ്പിളിൽ നിന്നും നമ്മൾ PJC പൈനാപ്പിൾ ജ്യൂസ് കോൺസെൻട്രേറ്റ് ആക്കി ക്യാൻ ചെയ്ത് അങ്ങനെ അടച്ചു വയ്ക്കും. അതാണ് പിന്നീട് ബാക്കി ഫ്രൂട്ട് ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ അത് കയറ്റുമതി ചെയ്യാനായിട്ട് സാധിക്കും, മറ്റു രാജ്യക്കാർക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഭരണം ഏർപ്പെടുത്താം. പിന്നൊന്ന് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ, ഈ ഹോർമോൺ ഒഴിക്കുന്ന കർഷകർ ഈ ഇപ്പോൾ ഫെസ്റ്റീവ് സീസൺ വരുന്നു, ഓണം വരുന്നു, റംസാൻ വരുന്നു, ക്രിസ്മസ് വരുന്നു, ഇതിൽ ഏത് സീസണിൽ സമയത്ത് ഇത് വേണം എന്നുള്ളതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും അവർക്ക്. ഇത് അപ്ലിക്കേഷൻ ഏത് സമയത്താണ് പൂക്കണം, ഒരു മാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണമെന്നുള്ളത് ഇത് ഒഴിക്കുന്നതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് സമയം വളരെ മിതമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വളരെ നല്ലൊരു എക്സ്പോഷറാണ് ഈ പൈനാപ്പിൾ കൃഷിയെ പറ്റി നമുക്ക് പ്രേക്ഷകർക്കായി സാർ പങ്കുവച്ചിട്ടുള്ളത്. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ബാക്കി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ തീരുന്നത്. പ്രേക്ഷകർക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അതിഥിയുടെ വിലാസം വ്യക്തമാക്കുകയാണ്. VV പുഷ്പാങ്കദൻ, അഡീഷണൽ ഡയറക്ടർ കൃഷി വകുപ്പ്. അദ്ദേഹം കേരള പൈനാപ്പിൾ മിഷൻ്റെ സ്പെഷ്യൽ ഓഫീസറും കൂടിയാണ്. നടുക്കര അഗ്രോ പ്രോസസ്സിംഗ് ഫാക്ടറി, മൂവാറ്റുപുഴ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9940488878. ഫോൺ നമ്പർ ഒന്നുകൂടി ആവർത്തിക്കുന്നു, 9940488878. ഒട്ടനവധി പ്രസക്തമായ ചോദ്യങ്ങൾ ഇന്ന് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചു. ഇനി ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിഥിയോട് ചോദിക്കാനും ഉണ്ടാകും. ഈ ഒരു പ്രോഗ്രാമിൽ സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും കൃഷിദർശൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമുക്ക് വേണ്ടി വിലപ്പെട്ട സമയം നീക്കിവെച്ച പുഷ്പാങ്കദ സാറിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.